കൃഷ്ണേന്ദു, ഞാൻ ഇന്നൊരു വാർത്ത കണ്ടു. ആ, സ്ത്രീകൾക്ക് അർദ്ധരാത്രിയിൽ സ്വാതന്ത്ര്യം നൽകുന്നു തിരുവനന്തപുരത്ത്. 10 തൊട്ട് 1 മണി വരെ. അതായത് സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമായിട്ട് അവിടെ നടക്കാം, പുരുഷന്മാർക്ക് അവിടോട്ടുള്ള അനുവാദമൊന്നുമില്ല. നമുക്കറിയാം, ഈ ഓഗസ്റ്റ് 15-ന് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടും. നമ്മുടെ കേരളത്തിൽ അല്ല, സോറി, ഇന്ത്യയിൽ മൊത്തം സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 79 വർഷമാകുന്നു. അപ്പോൾ അന്ന് കിട്ടിയത് പുരുഷന്മാർക്ക് മാത്രമായിരുന്നു. ഇന്നാണോ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതെന്നാണോ അവർ ഉദ്ദേശിക്കുന്നത്? ഈ ക്യാമ്പയിൻ വാർത്ത കണ്ടപ്പോൾ എനിക്കും അങ്ങനെയാണ് ആദ്യം തോന്നിപ്പോയത്. കാരണം സ്വാതന്ത്ര്യം അർദ്ധരാത്രി, സിനിമാ പേരൊക്കെ പോലെ തന്നെയും സ്ത്രീകൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വസ്ത്രം ചെയ്യാം, തുറിച്ചു നോട്ടങ്ങളില്ല, ഡാൻസ് കളിക്കാം, പാട്ട് പാടാം, ഭക്ഷണം കഴിക്കാം, എന്തും ചെയ്യാം. പുരുഷന്മാർക്ക് പ്രവേശനമില്ലാത്ത ഒരു സ്ഥലം ഇത് തിരുവനന്തപുരം ഓവർ ബ്രിഡ്ജ് പരിസരത്താണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത് വനിതാ ശിശു വികസന ആ വകുപ്പാണ് ഇക്കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്, ഈ ഒരു പ്രവൃത്തിയുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് യാഥാർത്ഥ്യത്തിൽ സ്ത്രീകൾക്ക് ഇവിടെ രാത്രിയിൽ നടക്കാൻ സ്വാതന്ത്ര്യമില്ല എന്ന് വളരെ ഡയറക്റ്റായി പറയുന്ന ഒരു കാര്യം തന്നെയാണ്. ഇതിൽ നിന്ന് അവർ മനസ്സിലാക്കുന്നത് സ്ത്രീകൾക്ക് കുറച്ചു നേരം സ്വതന്ത്രമായി നടക്കാൻ ഒരു സ്ഥലം വേണം എന്ന്. എന്തുകൊണ്ടാണ് ഈ ഒരു ചിന്തയിലേക്ക് ഈ വകുപ്പ് വന്നത് എന്നാണ് ഞാൻ ആലോചിച്ചു പോകുന്നത്. ആദ്യം തന്നെ ഈ പുരുഷന്മാർക്ക് നിർബന്ധപൂർവ്വം അവരോട് പറയാണ്, വരണ്ട, നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട എന്ന്. കേറ്റുവിടില്ല. അതെ, കേറ്റുവിടില്ല എന്ന് പറയുവാണ്. അപ്പോൾ സ്ത്രീകൾക്ക് ഒരു ഇത് കൊടുക്കുമ്പോൾ തന്നെയും നാളെയും അവർ പുറത്തു പോകേണ്ടതാ. ഈ ഓഗസ്റ്റ് 14-ാം തീയതി ഓഗസ്റ്റ് 15 വെളുപ്പിന് 1 മണിയാവുമ്പോഴത്തേക്കും അത് കഴിഞ്ഞ് പിന്നെ അവർ പുറത്തു പോകേണ്ടതല്ലേ, പിറ്റേ ദിവസങ്ങളിലും പുറത്തു പോകേണ്ടത്. അന്ന് ഈ പുരുഷന്മാർക്ക് നോ എൻട്രി ഇല്ലല്ലോ. അപ്പൊ എങ്ങനെയാ അന്ന് സ്ത്രീകൾക്ക് നന്നായി നടക്കാൻ പറ്റുക? ഈ ഒരു സ്വാതന്ത്ര്യ അർദ്ധരാത്രിയിൽ എന്നുള്ള കാര്യം എല്ലാ ദിവസവും വേണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് ഇത്തരത്തിൽ ഒരു ക്യാമ്പയിന്റെ രൂപത്തിലല്ല, അല്ലാതെ പൊതു ഇടങ്ങളിൽ സ്ത്രീകൾക്ക് സ്വതന്ത്രമായി സഞ്ചരിക്കാൻ പറ്റുന്ന ഒരിടം അത് ആവശ്യമാണ്. ഇത്തരത്തിലൊരു ക്യാമ്പയിൻ്റെ രൂപത്തിൽ നമ്മൾ ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ ഈ ഒരു സമയത്ത് സ്ത്രീകൾക്ക് ഇത്തരം കാര്യങ്ങൾ കൊടുക്കുന്നതോടൊപ്പം തന്നെ പുരുഷന്മാർക്ക് അവബോധവും കൂടെ നൽകണം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഡിബേറ്റ് ഉൾപ്പെടെ ചെയ്തൊരു വിഷയമാണ്. ഒരു പ്രമുഖ മാധ്യമ സ്ഥാപനത്തിൻ്റെ വസ്ത്രത്തെ പറ്റിയിട്ടുള്ള ഒരു ചർച്ച. സ്ത്രീകളുടെ വസ്ത്രത്തെ പുരുഷന്മാർ ഭയക്കുന്നു എന്നാണ് ആ ചർച്ചയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ സമയത്തും ഈ പറയുന്നത് പോലെ പലരും സ്ത്രീകളുടെ വസ്ത്രധാരണത്തെ വളരെ മോശമായി കാണുകയും സംസ്കാരത്തിന് ചേർന്നതല്ല എന്നൊക്കെ പറയുകയും അത് തങ്ങളുടെ സെക്ഷൽ ഫ്രസ്ട്രേഷനെയൊക്കെ ബാധിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞത് വേറൊരു തലത്തിലേക്കാണ്. അതെ, ആ ഒരു രീതിയിലൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പുരുഷന്മാർ അങ്ങനെയും ചില പുരുഷന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. എന്തുകൊണ്ട് അവരിലേക്ക് അവബോധം എത്തുന്നില്ല? അവരിലേക്കും കൂടെ എത്തിയാൽ മാത്രമാണ്. വിദ്യാഭ്യാസമുള്ള വ്യക്തികളാണ് പറഞ്ഞതെന്നുള്ളതാണ് ഏറ്റവും ചിന്തിക്കേണ്ടത്. അതൊരു പൊതുസ്ഥലത്ത് വെച്ച് പറയുന്നെങ്കിൽ അവരുടെ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ ഇങ്ങനെ പറയുന്ന പുരുഷന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. നാളെയും സ്ത്രീകൾക്ക് പുറത്തിറങ്ങാനുണ്ട്. ഇത്തരത്തിലുള്ള പുരുഷന്മാരെ സ്ത്രീകൾ അഭിമുഖീകരിക്കും. സ്ത്രീ എന്നതിനപ്പുറത്തേക്ക് മനുഷ്യന് സ്വതന്ത്രമായി നടക്കാൻ പറ്റുന്ന പൊതുവിടങ്ങളായി എന്തുകൊണ്ട് നമ്മുടെ നാട് മാറുന്നില്ല? കേരളം എന്ന് മാത്രമല്ല, ഇന്ത്യ എങ്ങനെ തന്നെയാണ്. നോർത്തിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ വളരെ ഭയാനകമാണ്. അതെ, ബുദ്ധിമുട്ടാണ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ രീതിയിലേക്ക് നമ്മുടെ സമൂഹം മാറുന്നു. അതിനെ എങ്ങനെയെങ്കിലുമൊക്കെ പോയാൽ മതി, ഇത്തരത്തിലൊരു ക്യാമ്പയിനൊക്കെ നടത്തിയാൽ വലിയ കുഴപ്പമില്ല എന്നൊക്കെ വിചാരിക്കുന്നിടത്ത് നമ്മൾ ഒരുപാട് മാറാനുണ്ട്, ഇനിയും മാറാനുണ്ട്. അപ്പോൾ പാശ്ചാത്യ രാജ്യങ്ങളൊന്ന് പരിശോധിക്കാം. അവിടേക്ക് എന്താ, സ്വതന്ത്രമായി നടക്കാൻ സ്ത്രീകൾക്ക് യാതൊരുവിധ ഭയവും വേണ്ട, ടെൻഷൻ ഇല്ല. അവിടെ ചിന്തിക്കുന്നില്ല അവൾ ഈ സമയത്ത് ഇറങ്ങി നടക്കുന്നത്, അങ്ങനെ ചിന്തയൊന്നും ഇല്ല. അവിടെ ആണും പെണ്ണും ഒക്കെ ഒരേപോലെയാണ് നടക്കുന്നത്. ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം. രാത്രിയും ഇപ്പൊ പബ്ബിലൊക്കെ പോകുന്ന ഒരുപാട് സ്ത്രീകൾ പാശ്ചാത്യ രാജ്യങ്ങളുണ്ട്. അവര് മുമ്പേ പറഞ്ഞ പോലെ അവർക്കും ഇതൊക്കെ ചിന്തിക്കാം, ഫ്രസ്ട്രേഷൻ അതും ഇതൊക്കെ ചിന്തിക്കാം. പക്ഷെ എന്താ ഈ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ മാത്രമേ നടക്കുന്നത് ചിന്തിക്കണം. അത് ഇന്ത്യയിൽ മാത്രം ഈ വസ്ത്രധാരണത്തിന് ഈ ഒരു രീതിയിൽ കാണുന്നു എന്നുള്ളത് ഇപ്പൊ മനുഷ്യരെല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഈ പോസ്റ്റർ കണ്ടപ്പോൾ എനിക്ക് ആദ്യം ചിന്തിച്ചില്ല. ഞാൻ പറഞ്ഞില്ലേ, ടൂറ് പോകുന്ന ഞങ്ങളുടെ അവിടെയൊക്കെ അങ്ങനെ കേട്ടോ, ടൂറ് പോയി കഴിയുമ്പോൾ ഡാൻസ് കളിക്കണം. ബസ്സിൽ നമ്മളെല്ലാവരും പാട്ടിട്ട് ഡാൻസ് കളിക്കും. പക്ഷെ നടുക്കൊരു ടീച്ചറാണ്, അപ്പുറത്താണ് ഇപ്പുറത്ത് പെണ്ണ്. ആണും പെണ്ണും ഒരുമിച്ച് ഡാൻസ് കളിക്കരുത്. അങ്ങനെ ഞങ്ങളുടെ അവിടെയൊക്കെ ഞങ്ങളുടെ ടീച്ചർമാരൊക്കെ അങ്ങനെ ആയിരുന്നു. ഒരു +2 വരെ അങ്ങനെ, ഡിഗ്രിക്കും അങ്ങനെ തന്നെ ആയിരുന്നു. നടുക്ക് ഒരാൾ നിൽക്കും. അപ്പൊ
അതും അങ്ങനെ ഒരു ഡാൻസ് കളിക്കാൻ പോലും അടുത്ത് നിർത്തത്തില്ല. ഇപ്പൊ ഇത് നടക്കുന്നത് എങ്ങനെയാണ്, പുരുഷന്മാർക്ക് പ്രവേശനം ഇല്ല, സ്ത്രീകൾക്ക് മാത്രം. അത് നിർബന്ധപൂർവ്വം പറയാണ് നിങ്ങൾ വരണ്ട. അതെ, അപ്പം സ്ത്രീകളുടെ ശത്രു പുരുഷന്മാരാണെന്നാണ് ഇതിലൂടെ എല്ലാം പറഞ്ഞു വരുന്നത് അവർക്ക്. അത് അങ്ങനല്ല വേണ്ടത്. പുരുഷനാണെങ്കിലും സ്ത്രീകൾക്കാണെങ്കിലും എപ്പോ വേണമെങ്കിലും ഇറങ്ങി നടക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം നൽകുക, അല്ലെങ്കിൽ അവർക്കൊരു ഇത് നൽകുക. സ്വാതന്ത്ര്യം ഇല്ല എന്നല്ല, സ്വാതന്ത്ര്യം കിട്ടുന്നില്ല, തരുന്നില്ല, വീട്ടിൽ നിന്നാണെങ്കിലും എങ്ങൊന്നും നമുക്ക് ഇതുവരെ ലഭിക്കുന്നില്ല എന്നുള്ള സത്യം. അപ്പൊ ആദ്യം വീട്ടിൽ നിന്ന് എല്ലാം മാറി സ്വന്തമായിട്ട് വളർത്തി കറക്റ്റായിട്ട് കൊണ്ടുവന്നിട്ട് ഇതുപോലുള്ള പ്രോഗ്രാം, ഇത് നമ്മൾ ഇതിനെ എതിർത്ത് സംസാരിക്കുമല്ല, പക്ഷെ സ്വാതന്ത്ര്യ അർദ്ധരാത്രിയിൽ എന്നുള്ള രീതിയിൽ കോൺസെപ്റ്റിൽ ഈ ഒരു സമയം നൽകുന്നതിനോടാണ് നമ്മൾ ചിന്തിച്ചത് തന്നെ. അതെ, ഇനിയും ഇത്തരത്തിലുള്ള ക്യാമ്പയിനുകളൊക്കെ ഇനിയും മുന്നോട്ട് വരും. പക്ഷെ ഇതൊക്കെ ചുരുക്കം മണിക്കൂറുകൾക്ക് അല്ലെങ്കിൽ ദിവസങ്ങൾക്ക് മാത്രമേ ഇതിന് കാലാവധി ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാലും സ്ത്രീകൾ ഇപ്പൊ രാത്രി എന്നല്ല, രാവിലെയും അതിക്രമങ്ങൾ ഒരുപാട് നമ്മുടെ നാട്ടിലുണ്ടാവുന്നുണ്ട്. സ്ഥിരം ബസ്സിൽ സഞ്ചരിക്കുമ്പോൾ അത് ആർക്കാ ഈ അനുഭവം ഉണ്ടാവുന്നത്? സ്കൂളിൽ പഠിക്കുന്ന പെൺകുട്ടികൾക്ക്, അല്ലെങ്കിൽ അതിൽ യൂണിഫോം കണ്ടിട്ട് എന്ത് പ്രലോഭനമാണ് ഉണ്ടാവുന്നത്. അതുപോലെ ജോലിക്ക് പോകുന്ന സ്ത്രീകൾക്കൊക്കെ നേരെയാണ് ഈ അതിക്രമങ്ങൾ ഉണ്ടാവുന്നത്. അപ്പൊ രാവിലെയും നമ്മുടെ നാട്ടിൽ സഞ്ചരിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. ഇപ്പൊ രാത്രിയിലെ കാര്യം പിന്നെ പറയേണ്ടതില്ലല്ലോ, ഇതാണ് പൊതുവിലെ സ്ഥിതി. നമുക്കതിന് തർക്കമൊന്നുമില്ല, ഇങ്ങനെ തന്നെയാണ് നമ്മുടെ നാട്ടിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇവിടെ സ്ത്രീകളെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ പുരുഷന്മാർക്കും അവബോധം നൽകിക്കൊണ്ട് അതോടൊപ്പം കടുത്ത ശിക്ഷ നൽകാനുള്ള ഒരു കാര്യം. കറക്റ്റ്, ഭയക്കുന്ന ശിക്ഷ വരണം. എല്ലാവർക്കും കൊടുക്കണമെന്നില്ല, കുഞ്ഞു പിള്ളേർക്ക് നേരെയെങ്കിലും നടക്കുന്ന അതിക്രമത്തിനെതിരെയെങ്കിലും കടുത്ത ശിക്ഷ നൽകേണ്ടത് അത്യാവശ്യമാണ്, അനിവാര്യമാണ്. ആ ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ രാത്രിയിൽ പോലീസ് പെട്രോളിംഗ് ഉൾപ്പെടെ ശക്തമാക്കിക്കൊണ്ട് ഇപ്പോൾ സ്ത്രീകൾ ജോലി കഴിഞ്ഞൊക്കെ വരുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. രാത്രി 10 മണിക്കൊക്കെ ജോലി കഴിഞ്ഞ് പോകുന്ന സ്ത്രീകളുണ്ട്. പലപ്പോഴും ഒരു റോട്ടിലൂടെയൊക്കെ പോകാൻ നമുക്ക് രാത്രിയാകുമ്പോൾ പോകാൻ ഭയമാണ്. കാരണം എന്താ? പുരുഷന്മാരുടെ തുറിച്ചുനോട്ടങ്ങൾ, ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ, അതെ, കമന്റടികൾ ഒക്കെ നമ്മളെ ഭയങ്കരമായി ഭയപ്പെടുത്തും. അപ്പോൾ സ്ത്രീകൾക്ക് സ്വാഭാവികമായിട്ടും ഈ രാത്രി പുറത്തിറങ്ങാൻ ഭയമുള്ള ഒരുപാട് സ്ത്രീകളുണ്ട്. എന്നാൽ ഇതിനെയൊക്കെ അവഗണിക്കുന്ന സ്ത്രീകളുണ്ട്, ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ പോലീസ് പെട്രോളിംഗ് ഉൾപ്പെടെ ശക്തമാക്കുന്നതോടെ ഈ പറയുന്ന ഞരമ്പ് രോഗികൾ അല്ലെങ്കിൽ ഇത്തരം പുരുഷന്മാരെയൊക്കെ നമുക്ക് അകറ്റി നിർത്താനായിട്ട് ഒരു പരിധി വരെയാണ് എപ്പോഴും അകറ്റി നിർത്താനായിട്ട് സാധിക്കും. ഇപ്പോൾ തിരുവനന്തപുരത്ത് വന്ന ഈ ക്യാമ്പയിൻ മറ്റ് ജില്ലകളും കൂടെ വ്യാപിപ്പിക്കണം, ആദ്യഘട്ടത്തിൽ വ്യാപിപ്പിക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. കാരണം എല്ലാ നാട്ടിലും ഉണ്ട് ഈ സ്ത്രീകൾ ഇത്തരത്തിൽ നടക്കാൻ, സ്വതന്ത്രമായി സഞ്ചരിക്കാൻ, തുറിച്ചു നോട്ടങ്ങളില്ലാതെ ഒന്ന് പുറത്തിറങ്ങാനൊക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇത് കലാകാലങ്ങളെ നമ്മുടെ നാട്ടിലുള്ളതാണ്. എന്നാൽ ഈ സിസ്റ്റം ഒന്ന് റെഡി ആവണം. നമ്മുടെ നാട്ടിൽ പുരുഷന്മാർക്കൊരു മേധാവിത്വമുണ്ട്. അതിനെ ഒന്നും, പാട്രിയാർക്കി ഉള്ള ഒരു സമൂഹം തന്നെയാണ് ഇപ്പോഴും നമ്മുടേത്. അതിലൊരു മാറ്റം എന്തായാലും വരണം. വരുന്നതിന് ഈ ശിക്ഷ ഉറപ്പാക്കുക, കടുത്ത ശിക്ഷ കൊടുക്കുക, പോലീസ് പെട്രോളിംഗ് ഉൾപ്പെടെ നടത്തുന്നതോടെ നമുക്കതൊക്കെ നേടിയെടുക്കാൻ പറ്റുമെന്നാണ്, ഒരു പരിധിവരെ നേടിയെടുക്കാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.